നമസ്കാരം. പോലീസും പ്രതികളും ഒത്തുകളിക്കുകയാണ്. പണത്തിന്റെ സ്വാധീനത്തിലായിരിക്കും ഒത്തുകളി. അതിനാൽ ഞാൻ സമരത്തിലേക്ക് പോകുന്നു. തിരുവനന്തപുരത്ത് DGPയുടെ ഓഫീസിന് മുന്നിൽ സമരം നടത്താൻ തീരുമാനിച്ചു. തിരിച്ചു പോരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മകന് നീതി വാങ്ങിക്കൊടുത്തിട്ടായിരിക്കും. കോഴിക്കോട് വടകരയിലെ വീട്ടിൽ കരച്ചിലടക്കാനാവാതെ ഒരമ്മ പറയുകയാണ്. തൃശൂർ പാമ്പാടി നെഹ്റു കോളേജിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ജിഷ്ണു പ്രണോയിയുടെ അമ്മ. നീതിക്കായി കേഴുന്ന ഈ വാക്കുകൾ 75 ദിവസമായി കേരളം കേൾക്കുന്നു. സർക്കാരും പോലീസും നീതിപീഠവും ഒഴികെ. തൃശൂർ പാമ്പാടി നെഹ്റു കോളേജിലെ ഇടിമുറിയിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായപ്പോൾ ജിഷ്ണുവിന്റെ കരച്ചിൽ പുറത്തറിയാതിരിക്കാൻ മുൻകരുതലെടുത്തത് കോളേജിന്റെ സർവാധിപനായ P. കൃഷ്ണദാസും അധ്യാപക ഗുണ്ടകളുമായിരുന്നു. അതേ കൃഷ്ണദാസിനെ ഇരുമ്പഴിക്കുള്ളിലാക്കാൻ മുൻകരുതലെടുത്തത് നമ്മുടെ പോലീസല്ലേ? ജിഷ്ണുവിന്റെ കുടുംബത്തിൻ്റേത് വെറും സംശയമല്ല. 35 ദിവസത്തിനു ശേഷം പേരിന് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ പോലീസ് കൃഷ്ണദാസിനെയും ഇടി സംഘത്തെയും പിടിക്കാതിരിക്കാനുള്ള തന്ത്രങ്ങളാണോ മെനഞ്ഞത്? ഇടിമുറിയിലെ കൂട്ടുപ്രതികളായ 4 പേർക്ക് മുൻകൂർ ജാമ്യം പോലും ഇല്ലെങ്കിലും അവർക്കുമുണ്ട് പോലീസിന്റെ കരുതൽ. ജിഷ്ണുവിന്റെ അമ്മ ഉറച്ച തീരുമാനം പ്രഖ്യാപിച്ചതോടെ ഉണർന്നു പോലീസ്. കൃഷ്ണദാസിനെതിരായ പഴയ ഒരു പരാതി പൊടി തട്ടിയെടുത്തു. 2 പുതിയ വകുപ്പുകൾ എഴുതി ചേർത്തു. 1 മാസം ശ്രമിച്ചിട്ടും പിടിക്കാനാവാതിരുന്ന കൃഷ്ണദാസിനെ 1 മണിക്കൂറിനുള്ളിൽ പൊക്കി. സഹീർ എന്ന വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുവന്ന് ഇടിമുറിയിലിട്ട് ഇടിച്ച് പഞ്ചറാക്കി കൃഷ്ണദാസും സംഘവും എന്ന് പോലീസ്. കോളേജിന്റെ പണപ്പിരിവിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് വിദ്യാർത്ഥിക്കുള്ള ശിക്ഷ. ഇടിച്ച് വശം കെടുത്തിയെന്ന് മാത്രമല്ല, റാഗിംഗ് കേസിൽ പെടുത്തുമെന്നും വീട്ടിൽ കയറി തല്ലുമെന്നും കൃഷ്ണദാസിന്റെ ഭീഷണി. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കൃഷ്ണദാസിനെ പിടികൂടിയ പോലീസിന് പക്ഷേ തുടർന്ന് ഹൈക്കോടതിയുടെ ചോദ്യങ്ങളാണ് നേരിടേണ്ടി വന്നത്. കൃഷ്ണദാസിന്റെ അറസ്റ്റ് നിയമപരമാണോ എന്ന് കോടതിയുടെ ചോദ്യം. പരാതിക്കാരനില്ലാത്ത പരാതി പോലീസിനെന്തിന്? ജനതാൽപര്യത്തിനല്ല കേസ് അന്വേഷിക്കേണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കോടതി രേഖപ്പെടുത്തിയാൽ രാഷ്ട്രീയക്കാർക്ക് പോലും രക്ഷിക്കാൻ കഴിയില്ല. ഇതൊക്കെയായിരുന്നു കോടതിയുടെ ചോദ്യങ്ങൾ. കോടതിയുടെ മുന്നറിയിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കൃഷ്ണദാസ് അറസ്റ്റിലായത് ജിഷ്ണു കേസിന് സമാനമായ സംഭവത്തിലെന്ന പോലീസിന്റെ വാദം ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണോ? നീതിക്കായി ജിഷ്ണുവിന്റെ അമ്മ തലസ്ഥാനത്തേക്ക് വണ്ടി കയറാൻ തീരുമാനമെടുത്തതിന്റെ തൊട്ടുപിറ്റേന്ന് കൃഷ്ണദാസിനെതിരായ പോലീസിന്റെ നീക്കത്തിൽ ദുരൂഹതയുണ്ടോ? കൃഷ്ണദാസിന് വീണ്ടും ജാമ്യത്തിന് വഴി തുറക്കുന്നതാണോ കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങൾ? സൂപ്പർ പ്രൈം ടൈം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ ഇവയാണ്. ജിഷ്ണുവിന്റെ മാതാപിതാക്കളുടെ തലസ്ഥാനത്തെ നിരാഹാരം ഒഴിവാക്കാനുള്ള തിടുക്കമാണോ കൃഷ്ണദാസിന്റെ അറസ്റ്റിലൂടെ ഇന്ന് കണ്ടത്? അന്വേഷണ ഉദ്യോഗസ്ഥന് നേരെയുള്ള കോടതിയുടെ മുന്നറിയിപ്പ് അസാധാരണമാണോ? മുഖ്യമന്ത്രിയുടെ ഉറപ്പിനു ശേഷവും കൃഷ്ണദാസിന്റെ അറസ്റ്റ് നാടകമെന്ന് ജിഷ്ണുവിന്റെ കുടുംബം വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? സഹീറിനെ ഇടിമുറിയിൽ മർദ്ദിച്ചത് ജിഷ്ണുവിനെ മർദ്ദിച്ചതിന് സമാനമെന്ന പോലീസ് വാദത്തിൽ ജനതാൽപര്യം മാത്രമാണോ ഉള്ളത്? കൃഷ്ണദാസിനെ 1 ദിവസം പോലും ജയിലിലിടരുതെന്ന വാശി ആർക്കാണുള്ളത്? മർദ്ദകർക്ക് രക്ഷപ്പെടാൻ പഴുതുകൾ കിട്ടുമ്പോൾ ഇടിമുറികളിലെ ചോരക്കറ എങ്ങനെ മായ്ക്കാൻ കഴിയും? സൂപ്പർ പ്രൈം ടൈം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ജിഷ്ണുവിന്റെ അമ്മാവനായ KK ശ്രീജിത്ത്, വിദ്യാഭ്യാസ പ്രവർത്തകനായ M. ഷാജർ ഖാൻ, SFI ദേശീയ പ്രസിഡന്റ് VP സാനു, അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവർ ചേരുകയാണ്. ഒപ്പം പരാതി കൊടുത്ത സഹീർ ഷൗക്കത്ത് അലി ടെലിഫോൺ ലൈനിലും പ്രതികരിക്കും. കൃഷ്ണദാസിന്റെ ഇന്നത്തെ അറസ്റ്റ് പോലീസിന്റെ ഒത്തുകളിയോ കൃഷ്ണദാസിന് രക്ഷപ്പെടുവാനുള്ള പഴുതുകൾ ഒരുക്കുകയാണോ പോലീസ് ചെയ്യുന്നത്? കോടതിയുടെ വിമർശനം അസാധാരണമാണോ? ഈ വിഷയമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള.